നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ വാഹന വാഷ് ചെയ്യാനല്ലേ സർവീസ് സെൻ്ററിൽ കൊടുക്കുമ്പം അനുഭവിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ വണ്ടി വാഷ് ചെയ്യാൻ ഒരു പവറുള്ളൊരു പ്രഷർ പമ്പ് കുറേ നാളായിട്ട് നോക്കി നടന്നിട്ട് ഞാനിപ്പോൾ മേടിച്ചാണ് കേട്ടോ. അഗാരോടെ ഹൈ വാഷർ പ്രഷർ പമ്പാണ്. അപ്പോൾ ഇത് ഓൺലൈനിൽ ശരിക്ക് കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് മേടിച്ച അഭിപ്രായം അറിഞ്ഞുകൊണ്ടാണ് ഞാനും മേടിച്ചത്. അപ്പോൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഏകദേശം 4000 രൂപയാണ് കേട്ടോ. ഇപ്പോൾ എനിക്ക് ഓഫറിൽ കിട്ടിയാണ്. അപ്പോൾ അതൊരു മാനുവലൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 ഇയർ വാറണ്ടി അണ്ണന്മാർ പറയുന്നുണ്ട്. മെയ്ഡ് ഇൻ ചൈനയാണ്, പക്ഷേ ആൾക്കാരുടെ ബ്രാൻഡിൽ അത്യാവശ്യം ക്വാളിറ്റി കേട്ടോ. പിന്നെ അവന്മാർ കളർ അനുസരിച്ചാണ് പൈസ കൂട്ടുന്നത്. അപ്പോൾ ഞാൻ പച്ചയാണ് മേടിച്ചത്. പല കളറിനും പല പൈസയാണ്. ഇത് 120 ബാറാണ് സ്പീഡ് കേട്ടോ. വണ്ടിയൊക്കെ കഴുകാനും അത്യാവശ്യം ഫോഴ്സ് ഉണ്ട്. നമ്മുടെ ഈ ടൈലൊക്കെ കഴുകണമെങ്കിൽ കുറച്ചുകൂടെ കൂടിയ മേടിക്കണം. പിന്നെ ഇത് ഇവിടെയാണ് നമ്മുടെ ഔട്ട്ലെറ്റും ഇൻലെറ്റും. അതായത് വാട്ടർ പ്രഷർ പമ്പ് അവിടെ വരും. ഇവിടെ നമ്മുടെ വാട്ടർ എടുക്കും. ഇതാണ് സംഭവം. ഈ സൂചിയിലൂടെ വരുന്നത്. അപ്പോൾ ഈ സാധനമാണ് ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വേണം കുറച്ച് സാധനമുണ്ട്. ഇത് നമ്മുടെ വെള്ളം നമ്മൾ വലിച്ചെടുക്കുന്ന സംഭവം ഇവിടെയാണ് ഔട്ട്ലെറ്റ് ക്ലിപ്പ് അങ്ങോട്ട് ഇടുക. ഈ സംഭവം നമ്മൾ വെള്ളത്തിൻ്റെ ഈ ഓസിൽ കണക്ട് ചെയ്യാനുള്ള കേട്ടോ. ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് ഓസിൽ കണക്ട് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതും വെച്ചിട്ട് വേണ്ട. ഓസ് ചെറിയ ഓസാണ് കേട്ടോ. അത്യാവശ്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈപ്പിലോട്ടൊക്കെ എത്താൻ പാടായിരിക്കും. ബക്കറ്റിൽ വെള്ളം എടുക്കേണ്ടി വരും. കാരണം ഇങ്ങനെ പിടിച്ചിട്ട് ക്ലിപ്പിട്ട് ജസ്റ്റ് നമ്മൾ ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഓസിന് അത്യാവശ്യം നീളം കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് നീളമേ ഉള്ളൂ ഓസിന്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ക്ലിപ്പ് അവിടോട്ട് പമ്പിലോട്ട് ജസ്റ്റ് വെച്ചിട്ട് അങ്ങ് വിട്ടു കൊടുത്താൽ അത് ഓട്ടോമാറ്റിക്കലി ലോക്കായി അവിടെ വീഴും. ആ ക്ലിപ്പ് അവിടെ വീണ് കിടക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ വെള്ളത്തിൻ്റെ പൈപ്പിൻ്റെ അറ്റമുണ്ട്. ഇത് പൈപ്പിൽ കൊടുക്കാനുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം പൈപ്പിൽ കൊടുക്കാൻ പറ്റത്തില്ല. അത്യാവശ്യം അടുത്ത് പൈപ്പുള്ളവർക്കൊക്കെ പറ്റും. നമുക്കിപ്പോൾ അത് ലെങ്തിയാണ്. ഇപ്പോൾ ഇത് ഇങ്ങനെ ക്ലിപ്പ് ഇട്ട് കൊടുത്താൽ പൈപ്പിനുള്ള തരപ്പ് ലോക്ക് ജസ്റ്റ് തിരിച്ച്. പക്ഷേ എല്ലാം പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉണ്ടോ, വലിയ ക്വാളിറ്റി ഇല്ല. നമ്മൾ ആ വാട്ടർ എടുക്കാനുള്ളൊരു ഫിൽറ്ററാണ്. ഇവിടെ നിന്നാണ് വാട്ടർ വലിച്ചത്. ഇത് ഞാൻ ബക്കറ്റ് ഇടാൻ വേണ്ടിയാണ് കേട്ടോ. പൈപ്പിലാവുമ്പോൾ ഇത് വെക്കണ്ട. അപ്പോൾ നേരെ ഇതാണ് നമ്മുടെ പ്രഷർ വാഷർ പമ്പിൻ്റെ ഓസ് കേട്ടോ. അപ്പോൾ ഇത് കിട്ടുക സാധനമാണ്. അത്യാവശ്യം ഇതിൽ വന്നതിൽ നല്ല ക്വാളിറ്റി ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് നമ്മുടെ ഔട്ട്ലെറ്റിലോട്ട് കൊടുക്കുക. അപ്പോൾ അതുവഴി വെള്ളം വന്നിട്ട് ഇതുവഴി ഇറ്റ് ജസ്റ്റ് അങ്ങോട്ട് കയറ്റി വെച്ചിട്ട് ലോക്ക് ഇങ്ങനെ ഇട്ടാൽ മതി കേട്ടോ. വളരെ എളുപ്പമാണ് വെക്കാനൊക്കെ. വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്കിത് തോന്നിയിട്ടില്ല. അപ്പോൾ ഇതിൽ ഉള്ളിൽ ഏറ്റവും ക്വാളിറ്റി ഇതാണ് കേട്ടോ. നല്ല ലെങ്ത് ഉണ്ടോ. അത് അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. നമുക്ക് ഇതിന് മാത്രം അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മുടെ ഗണ്ണാണ്. ഗണ്ണും അതുപോലെ തന്നെ അതിൻ്റെ നെക്സ്റ്റ് സൈഡ് ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് അങ്ങോട്ട് വെച്ചിട്ട് ലോക്ക് അങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിയും. അത്യാവശ്യം നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണത്. അപ്പോൾ ഇതും കഴിഞ്ഞ് വെച്ച് നമുക്ക് വേണമെങ്കിൽ ബോട്ടിലും വയറുകളൊക്കെ ചെയ്യാം. ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് ക്ലിപ്പ് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് നല്ലോണം പ്രസ് ചെയ്തിട്ട് ലോക്ക് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ ഗണ്ണ് ഫ്രണ്ടിലോട്ട് ചെയ്യാൻ പറ്റും. പ്രഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ നീഡിൽ വെക്കണം. ഈ നീഡിലിന് അത്യാവശ്യം ലെങ്ത് തൊട്ട് നീഡിൽ വെച്ചിട്ട് നമ്മളിത് ടൈറ്റ് ചെയ്യുക. പിന്നെ ഒരു ബ്ലാക്ക് സാധനം ഇതിൽ വെച്ചിട്ടുണ്ട്. ആ എൻഡിൽ കിടക്കുന്ന പ്ലഗ് അത് വെറുതെ വെച്ചേക്കുവാണ്. ലോക്കൊന്നും അതൊരു വലിയ ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് ലോക്കൊന്നും ആവത്തില്ല, അത് ഇളകി പോവും. പിന്നെ ഇത് ഇവിടെ പ്രഷർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നീഡിൽ കണ്ട എൻഡിൽ ഇത് വെച്ചിട്ട് നമുക്ക് റൈറ്റും ലെഫ്റ്റും തിരിക്കുമ്പോൾ നമുക്ക് ഫോഴ്സ് കൂട്ടിയും ഫോഴ്സ് കുറച്ചുമൊക്കെ ചെയ്യാൻ പറ്റിയൊരു സംഭവമായിട്ടാണ് തോന്നിയത്. അണ്ണന്മാരാണ്ട് പക്കയായിട്ട് വെച്ചത്. ഇത് അടുക്കും തോറും നല്ലോണം അടുപ്പിച്ചാൽ നമ്മുടെ മറ്റേ മഴ പെയ്യുന്ന പോലെയൊക്കെ പെയ്യും. അകത്ത് വെക്കുമ്പോൾ ഈ ടയറിലേക്ക് പ്രഷർ കളയാം. അപ്പോൾ നമ്മൾ ഓണാക്കുവാണ്. ഓണാക്കിയിട്ട് ഇത് വെള്ളം ഇങ്ങനെ പതിയെ വലിച്ചെടുക്കും കേട്ടോ. സ്വിച്ചിന് നല്ല നോയ്സ് ഉണ്ട്. അത്യാവശ്യം നല്ല നോയ്സ് ഉണ്ട്. അപ്പം സൗണ്ട് അത്യാവശ്യമുണ്ട്. 15 മിനിറ്റ് യൂസ് ചെയ്തിട്ട് ഓഫ് ചെയ്യണമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. അല്ലെങ്കിൽ സാധനം അടിച്ചു പോവും. ഇതിൻ്റെ വെള്ളം കയറി പോകുന്നുണ്ടോ. വെള്ളം അടിച്ച് കയറി ദേ അത്യാവശ്യം നല്ല സംഭവം സ്റ്റാർട്ടായി. വേണ്ടേ പതിയെ വരുന്നുണ്ട്. ഫോഴ്സ് ആവുമ്പോൾ നല്ല വൈബ്രേഷൻ കേട്ടോ. കൈക്ക് കിട്ടുക്കം പവറാണ്. ഇതാണ് പവർ. അത്യാവശ്യം നല്ല പവറുണ്ട്. പൊളി സാധനം കേട്ടോ. അടിപൊളി സാധനം കേട്ടോ. ഈ ഫോഴ്സ് ഉണ്ടോ. ഇപ്പോൾ നമ്മൾ നല്ല അടിപൊളിയാണ്. ചെള്ളയൊക്കെ ഇവിടുന്ന് നന്നായിട്ട് ഇളകുന്നുണ്ട്. നല്ല കിട്ടുക്കം ഫോഴ്സിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതൊരു പൊളി സാധനമാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് കാറൊക്കെ വാഷ് ചെയ്യാനായിട്ടും നമുക്ക് ഫ്ലോറൊക്കെ കഴുകാൻ പറ്റും. എന്നാലും അഴുകാൻ പോയത്. പക്ഷേ കാർ അടിപൊളിയായിട്ട് കഴുകാം. വാഹനങ്ങൾ കഴുകാൻ പറ്റിയ കിട്ടുക്കം സാധനം തന്നെയാണ് ഇത്. പല ആംഗിളിൽ വെച്ച് ടയറിലെ ചള്ളയൊക്കെ കേട്ടോ. നന്നായിട്ട് ടയറിൻ്റെ ഭാഗത്തൊക്കെ ചെളി വരും. അവിടെയൊക്കെ നല്ല ഫോഴ്സ് ഇട്ട് നമുക്ക് അടിക്കാം. പട്ടക്കൺ ഇതാണ്. നല്ല ദൂരത്തിൽ പോകുന്നുണ്ട്. അത്യാവശ്യം പൊളി സാധനം കേട്ടോ. അത്യാവശ്യം നല്ല ഫോഴ്സിലാണ് കേട്ടോ. നല്ലതായിട്ട് നമ്മുടെ അഴുകൊക്കെ പോകുന്നുണ്ട്. നല്ല അടിപൊളി ഒരു വർത്തിയായിട്ടൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. മുകളിലോട്ടായാലും നല്ല കിട്ടുക്കം ഫോഴ്സാണ്. ഇതിൻ്റെ ഒരു പവർ ഇതാണ്. ഇമ്മാതിരി പവറിൽ കിട്ടും. അപ്പം നമുക്കിപ്പോൾ ഇപ്പം നമ്മുടെ വലിയ കാറിൽ അടിച്ചാലും അത്യാവശ്യം നല്ല ഫോഴ്സിൽ കിട്ടുക്കനായിട്ട് ഇത് സെറ്റാക്കി എല്ലാം കളയാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒരു 4500 രൂപയാണ്
ഈ അക്കാരോടെ പ്രോഡക്റ്റാണ് ഒരുപാട് ആളുകൾ മേടിച്ചത്. അത്യാവശ്യം നല്ല സാധനമാണെന്നാണ് എല്ലാവരും പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ മേടിച്ചത്. കിട്ടുക സാധനമാണ് കേട്ടോ. അത്യാവശ്യം നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയ നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, കിട്ടുക്കനാട്ടോ, നല്ല ഫോഴ്സ് അടിക്കുമ്പോൾ കേട്ടോ നല്ലോണം വർക്കാവുന്നുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഫോം നിറച്ചിട്ടും കൂടെ ഒന്ന് നോക്കാം. അപ്പോൾ അതേ ഫോമിൻ്റെ ബോട്ടിലിന് വളരെ ക്വാളിറ്റി കുറവാണ് കേട്ടോ. ഇത് ഒരു ദുരന്തമായിപ്പോയി. ഇത് മേടിച്ചതിൽ ഈ ബോട്ടിൽ ദുരന്തമായിപ്പോയി. അപ്പോൾ ഇതിൽ ഫോം നിറച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്നതിന് ഇത് കണ്ടോ, ഇതധികം പിടിച്ച് വെച്ചേക്കണം. ഇത് കറക്റ്റായി ലോക്കായൊന്നും ഇരിക്കത്തില്ല. പിന്നെ ഇടക്കിടക്കൊക്കെ പ്രഷർ കയറി വരുന്നതിൻ്റെ ഒരു ഗ്യാപ്പ് വരുന്നുണ്ട് കേട്ടോ. ഓട്ടോമാറ്റിക്കലി ഇത് കട്ടായി വരുന്നത്. ഇത് ഫോം ഇട്ട് ചെയ്യുമ്പോൾ ഉള്ളൊരു സംഭവമാണ് കേട്ടോ. അതേ ഫോം വാഷിംഗ് ആണ്. ഫോം ബോട്ടിലൊരു ദുരന്തമാണെന്നേ ഉള്ളൂ. അതൊരു വലിയ ദുരന്തമായിട്ട് തോന്നി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വാങ്ങിച്ച് നോക്കുക. അടിപൊളി ഐറ്റമാണ്. എന്തായാലും പൈസ വസൂലാണ്. 1 ഇയർ വാറൻറ്റി ഉണ്ട്. അപ്പം നല്ല കിടിലൻ വർത്തിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ പേജ് ഒന്ന് ഫോളോ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ വേണ്ടവരും മേടിക്കുക. ഇപ്പോൾ ഓഫറൊക്കെ ബിഗ് മില്ലിനൊക്കെ നടക്കുന്നുണ്ട്. അപ്പം നല്ല ഓഫറിൽ കിട്ടും. അപ്പോൾ അടിപൊളി ഐറ്റമാണ് അകാരോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.